ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെമ്മീൻ കൊണ്ട് ഒരു അടിപൊളി സ്പെഷ്യൽ വിഭവമായിട്ടാണ്. ഇന്ന് നമ്മൾ രാവിലെ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ചെമ്മീൻ കൊണ്ട് അടിപൊളി ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തു. അതുകൂടാതെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടെ നടുക്ക് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ കൊക്കനട്ട് ഓയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. ആ റെഡി ആയതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ആ ചെമ്മീനാണെങ്കിൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഇട്ട് കൊടുക്കാം. കൊക്കനട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇത് വഴറ്റിയെടുക്കാവൂ. നല്ല ബ്രൗണിഷ് കളറാകുന്ന വരെ വഴറ്റണം. ഇപ്പോൾ ഏകദേശം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാവുന്നതാണ്. ഓഫാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചെമ്മീൻ വഴറ്റിയതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഈ പ്രോൺസിലേക്ക് ഈ അരപ്പ് എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച്
നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ ചെമ്മീൻ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി, അടിപൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചോറിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ചെമ്മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ.